നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് CPM ക്രിമിനൽ സംഘങ്ങളെ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിൽ ബംഗാളിൽ CPMന് സംഭവിച്ചതിന്റെ തുടക്കം. PK ശശിയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപാട് വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നും VD സതീശൻ. വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന സംഘം കേരള സർവകലാശാലയിൽ അക്രമം നടത്തുകയാണെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. 2500 ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ VCയെ കാത്തുകിടക്കുന്നു എന്ന വാർത്ത തെറ്റ്. കാലുവെട്ടുമെന്ന് പറഞ്ഞാൽ എങ്ങനെ സർവകലാശാലയിലേക്ക് പോകും? രജിസ്ട്രാറുടെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് പിൻവലിച്ചെങ്കിൽ രേഖ എവിടെ? പ്രശ്നങ്ങളെല്ലാം ഗവർണറെ അറിയിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നതല്ലെന്ന് നാട്ടിക MLA CC മുകുന്ദൻ. സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിയത് ചില ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുക്കാൻ. മരണം വരെ CPIയിൽ ഉണ്ടാകും. ലെറ്റർ പാഡുകൾ ദുരുപയോഗം ചെയ്ത ആദ്യ PAയെ പാർട്ടി സംരക്ഷിക്കുന്നതിൽ എതിർപ്പുണ്ടെന്നും CC മുകുന്ദൻ. അജണ്ട മുൻകൂട്ടി അറിയിച്ചില്ല. ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. വിയോജനക്കുറിപ്പെഴുതി UDF BJP കൗൺസിലർമാർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. CPIയിലെ ഭിന്നത. കുളപ്പുള്ളിയിലെ സഹകരണ പ്രിന്റിംഗ് പ്രസ് ഭാരവാഹികളായ സേവ് CPIക്കാർ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്ത്. 11-അംഗ ഭരണസമിതിയിൽ 8 പേരും പ്രമേയത്തെ അനുകൂലിച്ചു. സഹകരണ സ്ഥാപനത്തെ നിലനിർത്താനുള്ള നടപടിയുടെ ഭാഗമെന്ന് പ്രമേയാനുകൂലികൾ. വാണിയംകുളത്ത് വാഹനാപകടത്തിൽ ഡയാലിസിസ് രോഗി മരിച്ചത് മായന്നൂർ പുളിക്കൽ വീട്ടിൽ പത്മാവതി. മക്കൾക്കും മരുമകനും പരിക്ക്. അപകടം ആശുപത്രിയിൽ നിന്ന് ഡയാലിസിസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് ഭരണം കൊള്ളസംഘത്തിന്റെ നിയന്ത്രണത്തിലെന്ന് കോൺഗ്രസ്. പഞ്ചായത്തിലെ അഴിമതികൾ വിജിലൻസ് അന്വേഷിക്കണം. ആവശ്യമുന്നയിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധമാണ്. പട്ടാമ്പി കുളപ്പുള്ളി പാത നവീകരണം മന്ദഗതിയിൽ. തകർന്ന പാതയിൽ ജനങ്ങൾക്ക് ദുരിതയാത്ര. ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. CPM ക്രിമിനൽ സംഘങ്ങളെ സംസ്ഥാനത്ത് കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ബംഗാളിൽ CPMന് സംഭവിച്ചതിൻ്റെ തുടക്കമാണ് കേരളത്തിൽ. PK ശശിയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും VD സതീശൻ തൃശ്ശൂരിൽ പറഞ്ഞു. കയ്യും വെട്ടും തലയും വെട്ടുമെന്ന മുദ്രാവാക്യം 4 തവണയാണ് കഴിഞ്ഞയാഴ്ച CPM മുഴക്കിയത്. മാധ്യമപ്രവർത്തകർക്കെതിരെയും കൂടെയുള്ളവർക്കെതിരെയും മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. 2 കാലിൽ നടക്കില്ല എന്നാണ് ഭീഷണി. ബംഗാളിൽ CPMന് സംഭവിച്ചതിൻ്റെ ആരംഭമാണ് കേരളത്തിലെന്ന് VD സതീശൻ പറഞ്ഞു. PK ശശിയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ശശിക്കെതിരെ ഉണ്ടായത് പാർട്ടിക്കകത്ത് അദ്ദേഹത്തെ തകർക്കാനുണ്ടായ ആരോപണമാണ്. അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് വിഷയം പ്രശ്നമാക്കാതിരുന്നത്. എന്ത് വ്യാജ ആരോപണങ്ങളും ഉന്നയിക്കുന്നവരല്ല UDF. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപാട് വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് VD സതീശൻ പറഞ്ഞു. ഇത് അദ്ദേഹം, ഞാനൊരു കാര്യം പറയാം, ഇതാണ് ഓരോ വാർത്തകളാണ്. അദ്ദേഹം CPMലല്ലേ നിൽക്കുന്നത് ഇപ്പോൾ, അല്ലേ? അദ്ദേഹം KTDCയുടെ ചെയർമാനല്ലേ? ഞങ്ങൾ ഒരു ചർച്ചയും അദ്ദേഹത്തെ നടത്തിയിട്ടില്ല. ഒരു ചർച്ചയും അദ്ദേഹമായിട്ട് നടത്തിയിട്ടില്ല. ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയാമല്ലോ, ഞങ്ങൾ നടത്തിയിട്ടില്ല. അദ്ദേഹത്തിനെതിരായിട്ടൊരു ആക്ഷേപം വന്നു. അപ്പോൾ അന്ന് എന്നോട് എല്ലാവരും ചോദിച്ചു എന്താ പ്രതിപക്ഷം മിണ്ടാത്തതെന്ന് വെച്ചാൽ ഇപ്പം അല്ല, കുറേ മാസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളത് അന്വേഷിച്ചപ്പോൾ പാർട്ടിക്കകത്ത് അദ്ദേഹത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വ്യാജമായ ഒരു ആരോപണമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങളാരും അത് പറഞ്ഞില്ല. സാധാരണ ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്ന, ഭരണകക്ഷിയിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരായിട്ട് ഗുരുതരമായ ഒരു ആരോപണം വന്നാൽ വിടുവോ? പല ഭരണകക്ഷിയിലുള്ള ആളുകളും ഞങ്ങളോട് ചോദിച്ചു എന്താ നിങ്ങളത് പറയാത്തത്? നമ്മളൊരു വ്യക്തിയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലേ? ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമുണ്ട്. ഞങ്ങളത് അന്വേഷിച്ചപ്പോൾ അത് പാർട്ടിക്കകത്ത് അദ്ദേഹത്തിൻ്റെ കൊടുത്ത പണിയാണെന്ന് മനസ്സിലായി. അത് ഞങ്ങൾ പറയില്ലേ? നീ പറയില്ല. അത് ആർക്കെതിരായിട്ട് വ്യാജമായിട്ടുള്ള ആരോപണം വന്നാലും അത് ഏറ്റുപിടിച്ച് അപ്പം തന്നെ പത്രസമ്മേളനം നടത്തിയ അതൊന്നും ഞങ്ങളുടെ രീതിയല്ല. ഞങ്ങൾ അന്വേഷിക്കും. ശരിയാണേ പറയും. ഞങ്ങൾ അന്ന് അന്വേഷിച്ചപ്പോൾ അത് ശരിയല്ല, അല്ല കൊല്ലാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടിയാണ്. ഏറ്റവും എന്തും ചെയ്യും CPM.
പിന്നെ കയ്യും വെട്ടും കാലും വെട്ടും എന്ന് പറയുന്ന ആൾക്ക് ആളുകൾക്ക് ആരോപണം ഉന്നയിക്കാൻ പാടില്ലേ? അതാണ്. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. ഞാൻ നിങ്ങൾ മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ച് അപ്പുറത്ത് നിന്ന് ആരെങ്കിലും ഇപ്പുറത്തോട്ട് വരുവാന്ന്, അപ്പുറത്തുള്ളവർ അവിടെ നിൽക്കുകയല്ലേ. നമ്മൾ അവരുമായിട്ട് ചർച്ച നടത്താതെ അവർക്കൊരു വിശ്വാസ്യതയില്ലേ, നമ്മളെന്തിനാ അത് കളയണത്? ദീപിക കൃത്യമായ കാര്യം പറഞ്ഞു എന്നതായിരുന്നു ദീപിക മുഖപ്രസംഗം സംബന്ധിച്ച് VD സതീശന്റെ പ്രതികരണം. PJ കുര്യൻ വിഷയത്തിൽ ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരുപ്പിക്കുന്നുവെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. CPI-യിലെ ഭിന്നത. സേവ് CPI-ക്കാരെ കുളപ്പുള്ളിയിലെ സഹകരണ പ്രിന്റിംഗ് പ്രസ് ഭരണസമിതിയിൽ നിന്ന് അവിശ്വാസത്തിലൂടെ പുറത്താക്കി. കുളപ്പുള്ളി വിജയ പ്രിന്റിംഗ് പ്രസ്സിലാണ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയത്. CPI വിട്ട സേവ് CPI അനുകൂലികളായ പ്രസിഡന്റ് അബ്ദുൽ ഖാജ, വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് എന്നിവരെയാണ് അവിശ്വാസത്തിലൂടെ പുറത്താക്കിയത്. 11 അംഗ ഭരണസമിതിയിൽ 8 പേരും അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചു. സംഘത്തിൻ്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുകയാണ് സെക്രട്ടറിയും പ്രസിഡന്റുമെന്ന് അംഗങ്ങൾ ആരോപിച്ചു. കഴിഞ്ഞ മാസം 20ഓടെയാണ് അംഗങ്ങൾ രജിസ്ട്രാർക്ക് മുമ്പാകെ അവിശ്വാസ പ്രമേയത്തിനുള്ള നോട്ടീസ് നൽകിയത്. യോഗ തീയതി നിശ്ചയിച്ച് അംഗങ്ങൾക്ക് 15 ദിവസങ്ങൾക്ക് മുമ്പ് രജിസ്ട്രാർ നോട്ടീസ് നൽകിയിരുന്നു. ഇതേ തുടർന്ന് സഹകരണ രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്നുള്ള ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിലാണ് അവിശ്വാസം ചർച്ചയ്ക്കെടുത്തത്. പ്രസിഡന്റിൻ്റെ അവിശ്വാസ പ്രമേയം രാവിലെയും വൈസ് പ്രസിഡന്റിനെതിരായ അവിശ്വാസ പ്രമേയം ഉച്ചയ്ക്കുമാണ് ചർച്ച ചെയ്തത്. ഭരണസമിതിയിൽ ആകെയുള്ള 11 അംഗങ്ങളും പങ്കെടുത്തെങ്കിലും 3 പേർ വോട്ട് രേഖപ്പെടുത്തിയില്ല. 8 പേരുടെ ഭൂരിപക്ഷത്തോടെ അവിശ്വാസം പാസ്സായി. സെക്രട്ടറി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടെങ്കിലും ഇവർ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായി തുടരും. പുതിയ ഭാരവാഹികളെ അടുത്ത ദിവസം രജിസ്ട്രാറുടെ നിർദ്ദേശപ്രകാരം തിരഞ്ഞെടുക്കും. സംഘത്തിൻ്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുന്നത് മൂലമാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതെന്ന് പ്രമേയത്തിന് നേതൃത്വം നൽകിയ മെമ്പർമാർ പറഞ്ഞു. അതിലിപ്പോ ഈ കാജ അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ ഇവര് ഒരു പാർട്ടി അംഗമായിട്ടല്ല വന്നിരിക്കുന്നത്, അവര് നിഷ്പക്ഷമായിട്ട് നിൽക്കണം എന്നുള്ള ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ബസ്സിൽ പോണ സമയത്താണ് ഇതില് ഈ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള്, കോടിയിൽ രാമകൃഷ്ണൻ, സേവ് CPI രൂപീകരിച്ചത്. അപ്പോൾ അവരുടെ ഒരു നയം എന്ന് വെച്ചാൽ ഏത് CPI-യുടെ ഏത് ഒരു ഇതുണ്ടെങ്കിലും അത് തകർക്കാൻ ഉള്ള ഒരു ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു പ്രസ്സിനെ തകർത്ത് ഒറ്റയ്ക്ക് ഒരു ഭരണത്തിലേക്ക് വരാൻ ഞങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് 8 പേർക്കും താല്പര്യമില്ല. അതുകൊണ്ട് അതിനൊരു അവിശ്വാസം കൊണ്ടുവന്നു, അങ്ങനെ ഒന്ന് മാറ്റി. അതായത് ഈ 8 പേരുടെ അഭിപ്രായത്തിനേക്കാൾ മീതെ ഈ ഓരോ വ്യക്തിയുടെ അഭിപ്രായം നടക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഭാരവാഹികൾ, ആ ഭാരവാഹി എന്ന പേര് മാത്രമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രസിഡന്റ് എന്ന ഒരാളെ തെരഞ്ഞെടുത്തു. അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിലും അതിന്റെ പിന്നിൽ നിന്ന് വേറെ ചില ആൾക്കാരൊക്കെയാണ് കളിച്ചിരുന്നത്. അദ്ദേഹം ഇടയ്ക്ക് ഗൾഫിൽ മക്കളുടെ അടുത്തേക്ക് പോകും. അത് കഴിഞ്ഞ് 3-4 മാസം കഴിയുമ്പോൾ വരും. വന്നാലും അദ്ദേഹത്തിന് വേണ്ടത്ര അവിടെ പരിഗണന കൊടുക്കുക, അടുപ്പിക്കുക ചെയ്തിരുന്നില്ല. അയാൾ കുറെ നാൾ അങ്ങനെ പോയി. പിന്നീട് വീണ്ടും മക്കളുടെ അടുത്തേക്ക് പോയി. ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞ ആഴ്ച തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊന്നും ആയിട്ടൊരു സഹകരണ സംഘം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഒന്ന് വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഴിമതി ആരോപണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യക്ഷമതയോടുകൂടി ഇവിടെ ഒരു പ്രവർത്തനം നടത്തി ഈ സ്ഥാപനത്തിന്റെ വികസനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം നടത്താൻ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വിദ്യാർത്ഥികളെന്ന് പറയുന്ന സംഘം യൂണിവേഴ്സിറ്റിയിൽ അക്രമം നടത്തുകയാണെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. 2500 ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ VC-യെ കാത്തുകിടക്കുന്നു എന്ന വാർത്ത തെറ്റാണെന്നും മോഹൻ കുന്നുമ്മൽ തൃശ്ശൂരിൽ പറഞ്ഞു. കേരള സർവകലാശാലയിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് താനല്ലെന്നും കാലുവെട്ടുമെന്ന് പറഞ്ഞാൽ എങ്ങനെ സർവകലാശാലയിലേക്ക് പോകുമെന്നും VC മോഹൻ കുന്നുമ്മൽ ചോദിച്ചു. പോലീസ് സമരക്കാരെ സംരക്ഷിക്കുകയാണ്. ഫയലുകൾ ഓൺലൈനായി പോലും നോക്കാൻ സാധിക്കാത്ത രീതിയിൽ തടഞ്ഞുവച്ചിരിക്കുകയാണെന്നും VC പറഞ്ഞു. ഗവർണറുമായി തൃശ്ശൂരിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു VC-യുടെ പ്രതികരണം. രജിസ്ട്രാറുടെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് പിൻവലിച്ചെങ്കിൽ അതിൻ്റെ രേഖ എവിടെയാണ്? ഇല്ലാത്ത കടലാസിനെക്കുറിച്ചാണ് രജിസ്ട്രാറും സിൻഡിക്കേറ്റ് അംഗങ്ങളും പറയുന്നത്. ഒരാളെ സസ്പെൻഡ് ചെയ്യുന്നത് കേരളത്തിൽ ആദ്യമല്ല. സസ്പെൻഷൻ ശിക്ഷയുമല്ല. സസ്പെൻഷനെക്കുറിച്ച് അദ്ദേഹം ഇതുവരെയും ഒരു പരാതിയും നൽകിയിട്ടില്ല. പരാതി പറഞ്ഞാൽ അത് പരിഗണിക്കുമെന്നും VC പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിൻഡിക്കേറ്റ്. ഇനി സിൻഡിക്കേറ്റ് വിഡ്രോ ചെയ്തു എന്നാണെങ്കിൽ അതിന്റെ രേഖയോടെ അതിന് ആരാണ് ഒപ്പിട്ടുള്ളത്? അപ്പൊ ഇല്ലാത്തൊരു കടലാസ് കോടതിയിൽ കാണിച്ചെന്ന് വ്യാജമായിട്ട് പറഞ്ഞിട്ട് അവിടെ കുത്തിയിരിക്കുകയാണ്.
വാസ്തവത്തിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? ഒരാളെ സസ്പെൻഡ് ചെയ്യുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്നതല്ലല്ലോ, സസ്പെൻഷൻ ശിക്ഷയുമല്ലല്ലോ. സസ്പെൻഷനുമായിട്ട് അക്കാര്യത്തെക്കുറിച്ച് ഒരു പരാതി നൽകിയിട്ടില്ല. ഒരു പരാതി ഇപ്പോഴും നിലനിൽക്കുന്നില്ല. പരാതി നൽകാതെ സർവകലാശാലയുടെ പ്രോപ്പർട്ടികൾ നശിപ്പിച്ചു. യൂണിവേഴ്സിറ്റിയുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സ്വത്താണ്. യൂണിവേഴ്സിറ്റി തകർത്തതിന് ശേഷം അവിടെ എന്ത് വിപ്ലവമാണ് നടത്തുന്നത്? പ്രതിഷേധമെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തെ ചിലർ തൻ്റെ ഭാര്യയുടെ വീടിൻ്റെ മുന്നിൽ കുത്തിയിരുന്നു. തൊട്ടടുത്ത ആശുപത്രിക്ക് മുമ്പിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു. അവിടുത്തെ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. സമരക്കാർക്ക് സംരക്ഷണമൊരുക്കാൻ പോലീസ് തയ്യാറായി. VCയെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചാൽ തല്ലുണ്ടാകും. പോലീസിനും വിദ്യാർത്ഥികൾക്കും ഗുണ്ടകളിൽ നിന്ന് തല്ലുകിട്ടും. കേരളത്തിലെ പുരാതനമായ യൂണിവേഴ്സിറ്റിയെ തകർക്കാൻ ഒരു സംഘം ആളുകൾ ശ്രമിക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം ഗവർണറെ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനെന്ന നിലയിൽ അദ്ദേഹം യുക്തമായ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും VC പറഞ്ഞു. 2500 സർട്ടിഫിക്കറ്റുകൾ യൂണിവേഴ്സിറ്റിയിൽ കെട്ടിക്കിടക്കുന്നു എന്ന വാദം കളവാണ്. ആഴ്ചയിൽ പരമാവധി എത്തുന്നത് 400 മുതൽ 500 വരെ സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ്. തന്നെ സർവകലാശാലയ്ക്കുള്ളിൽ കയറ്റാൻ അനുവദിച്ചാൽ യന്ത്ര സംവിധാനത്തിലൂടെ പെട്ടെന്ന് ഒപ്പിടാൻ സാധിക്കും. VCയെ യൂണിവേഴ്സിറ്റിയിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞവരെ പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? പക്ഷേ ഞാൻ പറയാൻ നോക്കും, ഒരു സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റിയുടെ തലവനെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ ആളുകളെ ഈ നാട്ടിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കാത്ത എന്താ? തനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ചെല്ലണമെന്ന് നിർബന്ധമില്ല, പക്ഷേ കുട്ടികളെ ഓർത്താണ് വിഷമമെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്കിപ്പോൾ അവിടെ ചെല്ലണം നിർബന്ധമൊന്നുമില്ല. എനിക്ക് അവിടുത്തെ പാവപ്പെട്ട കുട്ടികളെ ഓർത്തിട്ടാണ് എനിക്ക് വിഷമം. ഫയലുകൾ ഓൺലൈനായിട്ട് എനിക്ക് നോക്കാൻ പറ്റും. ഓൺലൈനായിട്ട് നോക്കുന്ന ഫയലുകൾ തടയപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ മുഴുവൻ ഫയലുകളും എനിക്ക് നോക്കാൻ പറ്റും. അത് പൂർണ്ണമായിട്ടും തടയപ്പെട്ടിരിക്കുകയാണ്. ഇതുമായി അവിടെ ബന്ധപ്പെട്ടിട്ടുള്ള സിൻഡിക്കേറ്റ് നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണെന്നാണ് ആരോപിക്കപ്പെടുന്നത്. എനിക്ക് കൃത്യമായിട്ട് തെളിവില്ല. ആരെങ്കിലും, ഞാനല്ല പറഞ്ഞത്. സർവകലാശാലയുടെ അധിപൻ VC ആണല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും VCക്ക് അക്കാര്യത്തിൽ ഒരു നിയന്ത്രണമില്ല എന്ന് പറയുന്നത് തന്നെ ഒരു പ്രശ്നമല്ലേ സാർ? ഇതാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇതാണ് ഈ നാട്ടിൽ, അതായത് VCയുടെ അധികാരം നിർവചിച്ചത് ഇന്നോ ഇന്നലെയോ അല്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അജണ്ട മുൻകൂട്ടി നൽകിയില്ലെന്നതിനെ ചൊല്ലി ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. 3/4 മണിക്കൂറോളം ബഹളം വെച്ച് UDF BJP കൗൺസിലർമാർ വിയോജനക്കുറിപ്പെഴുതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 2025-2026 വാർഷിക പദ്ധതി ഭേദഗതി സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത അടിയന്തര യോഗമാണ് ബഹളമയമായത്. ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആലോചനാ വിഷയങ്ങൾ സംബന്ധിച്ച അജണ്ട മുൻകൂട്ടി നൽകിയില്ലെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയതോടെ യോഗം ബഹളത്തിലേക്ക് നീങ്ങി. 2024-2025 സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതികൾ സ്പില്ലോവറായി 2025-26 വർഷത്തേക്ക് ഭേദഗതി ചെയ്യുന്ന വിഷയവും 2025-26 വകയിരുത്തിയ പദ്ധതികളിൽ അനിവാര്യമായ ഭേദഗതിയും കൗൺസിൽ മുമ്പാകെ പരിഗണനയ്ക്ക് വെച്ചെങ്കിലും ബഹളം രൂക്ഷമായതിനെ തുടർന്ന് ആദ്യഘട്ടത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ല. UDF കൗൺസിലർമാരാണ് ആദ്യം പ്രശ്നം ഏറ്റുപിടിച്ച് ബഹളമുണ്ടാക്കി തുടങ്ങിയത്. 3/4 മണിക്കൂറോളം ബഹളം നീണ്ടുനിന്നു. BJP കൗൺസിലർമാരും ശക്തമായ വിയോജിപ്പുമായി രംഗത്തെത്തിയതോടെ യോഗം ബഹളത്തിൽ മുങ്ങി. തുടർന്ന് വിയോജനക്കുറിപ്പെഴുതി BJP UDF അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. അജണ്ട പോലും കൃത്യമായി നൽകാതെ നിയമാനുസൃതം നടപടികൾ പൂർത്തിയാക്കാതെ കൗൺസിൽ യോഗം ചേർന്നത് പ്രതിഷേധാർഹമാണെന്ന് BJP കൗൺസിലർമാർ കുറ്റപ്പെടുത്തി. ജോയിന്റ് ഡയറക്ടർക്കും
ജില്ലാ കലക്ടർക്കും പരാതി നൽകിയതായും BJP കൗൺസിലർമാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാണിയംകുളത്ത് വാഹനാപകടത്തിൽ ഡയാലിസിസ് രോഗി മരിച്ചു. മായന്നൂർ പുളിക്കൽ വീട്ടിൽ 64 വയസ്സുള്ള പത്മാവതിയാണ് മരിച്ചത്. അർദ്ധരാത്രിയായിരുന്നു അപകടം. ഓട്ടോറിക്ഷയും ടെമ്പോ ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഡയാലിസിസിന് ശേഷം മായന്നൂരിലെ വീട്ടിലേക്ക് പോകുന്നതിനിടെ എതിരെ വന്ന തമിഴ്നാട് രജിസ്ട്രേഷൻ ലോറി ഇവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മായന്നൂർ പുളയ്ക്കൽ വീട്ടിൽ 64 വയസ്സുള്ള പത്മാവതിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ പുലർച്ചെ മരണം സംഭവിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന ഇവരുടെ മക്കളായ പ്രസീജ, ജിഷ, മരുമകൻ അയ്യപ്പദാസ് എന്നിവർക്കും പരിക്കേറ്റു. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ദീപിക മുഖപ്രസംഗത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് CBCI അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ലേഖനത്തെക്കുറിച്ച് അന്വേഷിച്ച ശേഷം പിന്നീട് സംസാരിക്കാമെന്നും ബിഷപ്പ് തൃശ്ശൂരിൽ പറഞ്ഞു. എന്താന്ന് അന്വേഷിച്ചിട്ട് പറയാം. അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ഭരണം കൊള്ളസംഘത്തിൻ്റെ കീഴിലെന്ന് കോൺഗ്രസ്. ഗ്രാമപഞ്ചായത്തിലെ വിവിധ അഴിമതികൾ വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി KV ദാസൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതുരുത്തി സ്കൂൾ പരിസരത്ത് നിന്ന് നൂറുകണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് പഞ്ചായത്തിന് മുന്നിൽ വെച്ച് ചെറുതുരുത്തി CI വിനു വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസ് തടഞ്ഞു. പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് ഇൻചാർജ് അസിസ്റ്റന്റ് സെക്രട്ടറി PK ശോഭനയ്ക്ക് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാലും സംഘവും നിവേദനം നൽകി. തുടർന്ന് ചെറുതുരുത്തി സെന്ററിൽ നടന്ന യോഗം ചേലക്കര നിയോജക മണ്ഡലം സംഘടനാ ചുമതലയുള്ള DCC ജനറൽ സെക്രട്ടറി KV ദാസൻ ഉദ്ഘാടനം ചെയ്തു. ഒരു നടപടിയും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. എങ്ങനെയൊക്കെ അവരെ പിഴിഞ്ഞ് കാശുണ്ടാക്കാം, പാർട്ടിക്കും കാശുണ്ടാക്കാം, പാർട്ടി നേതാക്കൾക്കും കാശുണ്ടാക്കാം എന്നുള്ള ചിന്ത മാത്രമേ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഭരണമാണ് ഈ വള്ളത്തോൾ നഗറിൽ നടക്കുന്നത്. ഒരു സ്വാഭാവികമായിട്ടും 10-39 വർഷക്കാലമായിട്ടാണ് ഇടതുപക്ഷം തന്നെയാണ് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് ഭരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇവിടെ പഴയ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ എൻ്റെ പ്രസംഗം കേൾക്കുന്നുണ്ടായിരിക്കാം. പഴയ കാലഘട്ടത്തിലൊക്കെ TR നായർ എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇന്ന് ഈ പഞ്ചായത്തിൽ കാണുന്ന ഇത്രയും വലിയ സ്ഥലവും ഇത്രയും വലിയ ഒരു കെട്ടിടവും പഴയ മാതൃകയിലുള്ള കെട്ടിടമൊക്കെ അന്ന് കാലത്ത് പണിതതാണ്. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. വിവിധ പാർട്ടിയിൽ നിന്ന് എത്തിയ അംഗങ്ങളെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് OU ബഷീർ, രമ സുരേന്ദ്രൻ, കർഷക കോൺഗ്രസ് തൃശൂർ ജില്ലാ സെക്രട്ടറി K മോഹൻദാസ്, ബ്ലോക്ക് സെക്രട്ടറി മനോജ് തൈക്കാട്, മണ്ഡലം വൈസ് പ്രസിഡന്റ് KM മുഹമ്മദ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബീന രവീന്ദ്രൻ, INTUC മണ്ഡലം പ്രസിഡന്റ് തമ്പിമണി, ദേശമംഗലം സംഘടനാ കോർഡിനേറ്റർ സുലൈമാൻ എന്നിവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മായ ഉദയൻ സ്വാഗതവും വള്ളത്തോൾ നഗർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അർഷദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പി കുളപ്പുള്ളി പാത നവീകരണത്തിന് വേഗത പോരെന്ന പരാതി. കൂടുതൽ യന്ത്രസാമഗ്രികളും തൊഴിലാളികളെയും ഉൾപ്പെടുത്തി കാര്യക്ഷമമായ രീതിയിൽ പാത നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാണ്. നിലവിൽ പാത മാസങ്ങളായി തകർച്ചയിലാണ്. വേനൽക്കാലമായാലും വർഷക്കാലമായാലും കുളപ്പുള്ളി പട്ടാമ്പി പാത നവീകരണ പ്രവൃത്തികൾക്ക് പൊതുവെ വേഗം പോരെന്ന പരാതിയാണ് ഉയർന്നുവരുന്നത്. നിലവിൽ വാടനാകുറിശി പാടംഭാഗം, ഓങ്ങല്ലൂർ പാടംഭാഗം, കൽപ്പക ഷീറ്റ് എന്നിവിടങ്ങളിലാണ് പ്രവൃത്തികൾ നടക്കുന്നത്. മഴക്കാലമായതിനാൽ ടാറിംഗ് പ്രവൃത്തികൾ നടത്താൻ കഴിയില്ല. നിലവിൽ നടക്കുന്ന 3ഇടങ്ങളിലും പ്രവൃത്തികൾ മന്ദഗതിയിലാണ്. പാത നവീകരണത്തിന് വേഗത പോരെന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ യന്ത്ര സാമഗ്രികളും തൊഴിലാളികളെയും ഉപയോഗിച്ച് പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത്. പലയിടത്തും പാത തകർച്ചയാണ്. യാത്രാക്ലേശം പരിഹരിക്കാൻ സത്വരമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തും ഉണ്ടാകണമെന്നും ആവശ്യമായിരുന്നു. പട്ടാമ്പി നീള ആശുപത്രി മുതൽ IPT വരെയുള്ള ഏകദേശം 80 കോടി രൂപയോളം ചിലവിൽ കിഫ്ബി ഫണ്ടിൽ നിന്നും റോഡ് പണി തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷത്തോളമായി. എന്നാൽ നാളിതുവരെയായും ആ റോഡ് പണി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല.
ഇതിൻ്റെ ആത്യന്തികം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സ്ഥലത്ത് ചെന്ന് നോക്കിയാലും ഒരു റോഡ് പണിയുടെ ആ പ്രാഥമിക ഘട്ടം എന്നാൽ ഡ്രൈനേജുകളും അതിനോടനുബന്ധിച്ചുള്ള കലുങ്കുകളും പാലങ്ങളും എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ റോഡ് പണി നാം നടത്താറുള്ളൂ. പക്ഷേ ഇവിടെ എന്തോ ഒരു സവിശേഷ പ്രത്യേകത, റോഡ് പണി എല്ലാം കഴിഞ്ഞിട്ടാണ് കലുങ്കുകളും പാലങ്ങളും എല്ലാം പണി തുടങ്ങുന്നത്. ഇപ്പോൾ നമുക്കറിയാം, പട്ടാമ്പിയിൽ നിന്നും ഓങ്ങല്ലൂരിലേക്ക് വരുമ്പോൾ ഓങ്ങല്ലൂർ പാടത്ത് ആ പണി നടക്കുന്നുണ്ട്. അതിൻ്റെ 2 സൈഡും കെട്ടൽ തുടങ്ങിയിട്ട് ഏകദേശം 1.5 മാസത്തോളമായി. ഇന്നിപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയാണ്, കേവലം വെറും 4 ജോലിക്കാരെ മാത്രം വെച്ചിട്ടാണ് അവിടെ കമ്പി മുറിച്ചിട്ട് അവിടെ പണി നടക്കുന്നത്. അതുപോലെ തന്നെയാണ് വാടനാംകുറിശി സ്കൂൾ ഇറക്കം മുതൽ മലബാർ മില്ല് വരെയുള്ള ആ ഭാഗവും. ഈ ഓങ്ങല്ലൂർ മഞ്ഞുളങ്കൽ ഭാഗത്ത് ഇതേ സ്ഥിതിയാണെങ്കിൽ വാടനാംകുറിശി മുതൽ ഈ മലബാർ മില്ല് വരെയുള്ള ഭാഗം എങ്ങനെ ആവും എന്നുള്ള ഒരു ആശങ്കയിലാണ് നാട്ടുകാർ. ഓങ്ങല്ലൂർ പാടത്തെ റോഡ് വീതി കൂട്ടി നവീകരിക്കാൻ നടത്തുന്ന അരിക് ഭിത്തി നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന ആക്ഷേപവും നേരത്തെ ഉയർന്നിരുന്നു. മാത്രമല്ല, പ്രവൃത്തികൾക്ക് വേഗത പോരാ. കുറച്ച് തൊഴിലാളികളെ മാത്രം ഉപയോഗിച്ചാണ് ഇവിടെ പ്രവൃത്തികൾ നടത്തുന്നത്. വാരണാസി പാടം ഭാഗത്ത് വീതി കൂട്ടുന്ന പ്രവൃത്തികളും ഇതിനകം തുടങ്ങി വച്ചിട്ടുണ്ട്. ഇത്തരം ഭാഗങ്ങളിൽ കൂടുതൽ തൊഴിലാളികളെ ഉപയോഗിച്ച് പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം യാത്ര കൂടുതൽ ദുഷ്കരമാകും. വാരണാസി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അപ്രോച്ച് റോഡും സർവീസ് റോഡിൻ്റെയും പ്രവൃത്തികൾ നടക്കുന്നതിനാൽ വാഹനയാത്ര ഏറെ ദുരിതമായിട്ടുണ്ട്. കുളപ്പള്ളി IPT മുതൽ പട്ടാമ്പി നിള ആശുപത്രി വരെയുള്ള 14 കിലോമീറ്റർ ദൂരമാണ് പാത നവീകരണം നടപ്പാക്കുന്നത്. നിലവിൽ IPT മുതൽ കൽപ്പക സ്ട്രീറ്റ് വരെ BM ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലയിടത്ത് 2ാം ഘട്ട BC ടാറിംഗ് പ്രവൃത്തികളും നടത്താനായിട്ടുണ്ട്. പലയിടങ്ങളിലും അഴുക്കുചാലിൻ്റെ പ്രവൃത്തിയും നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. KRFB നേതൃത്വത്തിലാണ് പാത നവീകരണം. ന്യൂസ് സെൻ്റർ ഷൊർണൂർ. പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നതല്ലെന്ന് നാട്ടിക MLA CC മുകുന്ദൻ. CPI ജില്ലാ കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇറങ്ങിപ്പോക്കെന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു MLA. ചില ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി പോന്നതാണെന്നും മരണം വരെ താൻ പാർട്ടിയിൽ നിൽക്കുമെന്നും CC മുകുന്ദൻ പറഞ്ഞു. ചെറുപ്പം മുതൽ പാർട്ടി രംഗത്ത് നിൽക്കുന്നയാളാണ് താനെന്ന് CC മുകുന്ദൻ MLA പറഞ്ഞു. ഓടുപൊളിച്ച് ഇറങ്ങിയ ആളല്ല. പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നതല്ലെന്നും ചില ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുക്കാൻ പോന്നതാണെന്നും MLA പറഞ്ഞു. ആദ്യ PA ലെറ്റർ പാഡുകൾ ദുരുപയോഗം ചെയ്തു, വ്യാജ ഒപ്പിട്ട് ആനുകൂല്യങ്ങൾ പറ്റി. ഇതിനെതിരെ അന്വേഷണം നടക്കുകയാണ്. കളവ് ചെയ്ത PAയെ പാർട്ടി സംരക്ഷിക്കുകയാണെന്നും CC മുകുന്ദൻ കുറ്റപ്പെടുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സത്യവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ കൂടെ നിൽക്കാൻ പറ്റില്ല. കളവ് ചെയ്തവൻ കളവനായിട്ട് കണക്കാക്കി മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു. ഇനി വരികയാണെങ്കിൽ പാർട്ടിയൊക്കെ ഇത് ആലോചിച്ച് ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താം എന്ന് പറയുന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വാക്കാലാണ്. പക്ഷേ രേഖ കൊടുക്കുന്നതാണ് നമ്മുടെ സഭയുടെ സെക്രട്ടറി നമ്മളെ അറിയിച്ചിട്ടുള്ളത്. രേഖ കൊടുത്തെങ്കിലാണ് പ്രശ്നം പരിഹരിക്കപ്പെടുള്ളൂ. ഈ കളവ് ചെയ്ത് PAനെ പാർട്ടി സംരക്ഷിക്കുന്നു എന്നുള്ളതാണോ താങ്കൾ? അങ്ങനെ ഒരു ഉണ്ടായി. പക്ഷേ അതിൻ്റെ പരിഹാരം കാണണ്ടേ? ആ പരിഹാരം കാണാനുള്ള ഒരു ആവശ്യമായ നടപടികൾ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നില്ല. നമ്മുടെ ഭാഗത്തുനിന്നല്ല, നമ്മുടെ ഭാഗത്ത്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള എന്ത് നടപടിയും നമ്മൾ സ്വീകരിക്കാൻ കാര്യമായിട്ട് ചെയ്യാം എന്ന് നമ്മൾ പാർട്ടിയെ അറിയിച്ചിരുന്നു. അത് സംസ്ഥാന സെക്രട്ടറിനെ അറിയിച്ചിരുന്നു. അതുപോലെ ജില്ലയുടെ ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റിയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതിന് ശാശ്വതമായൊരു പരിഹാരം ലഭിക്കുക എന്നുള്ളത് ഉണ്ടായിട്ടില്ല. അതിനോട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം. എന്തുകൊണ്ടാണ് പാർട്ടി MLA-ക്കാട്ടിലും മുകളിൽ പാർട്ടി MLA-യുടെ PAയ്ക്ക് വേണ്ടി നിൽക്കുന്നത്? അത് അതിനെക്കുറിച്ച് നമ്മൾക്ക് പറയേണ്ടത് നിങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും. അത് പാർട്ടിയുടെ നിലപാട് എടുക്കുമ്പോൾ ആ നിലപാടിൻ്റെ അകത്ത് വ്യത്യസ്തമായി പറയാനുള്ള അധികാരം എനിക്കില്ല. പാർട്ടി ലീഡറാണ് ഞാൻ. അപ്പം നിലയിൽ തന്നെ നമ്മളെ വെച്ചാൽ ഈ രംഗത്ത് വളരെ ചെറുപ്പം മുതൽ തന്നെ പാർട്ടി രംഗത്ത് സജീവമായി നിൽക്കുന്ന ആളാണ്. വേറെ വരുമാനം നോക്കിയിട്ടൊന്നുമല്ല. എൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ അകത്തുള്ള എൻ്റെ ഒരു സാഹചര്യങ്ങൾ, എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ പാർട്ടി രംഗത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതോടെ ഒരു സഹായം ലഭിച്ചിട്ടല്ല. കർഷകത്തൊഴിലാളി, അത് ചുമട്ടുതൊഴിലാളി, ആ മേഖലയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അതികൂടെ വളർന്നു വന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ വേറെ ഇതിൽ പണ്ടൊക്കെ കാരണന്മാർ പറഞ്ഞ പോലെ ഓട് പൊളിച്ചിറങ്ങിയതല്ല. സംഘടനാ വർക്ക് നിരന്തരമായി നടത്തി വന്നിട്ടുള്ള ആളാണ്. നവകേരള സദസ്സിനിടയിൽ DYSP തെറ്റായ സമീപനം സ്വീകരിച്ചു. തനിക്കൊപ്പം നിന്നയാളെ മർദ്ദിച്ചു. അതിനെതിരെയാണ് പോലീസിനോട് സംസാരിച്ചത്. പാർട്ടി പറഞ്ഞ എല്ലാ കാര്യങ്ങളും താൻ ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളാവാം ഒഴിവാക്കാൻ കാരണം. തനിക്കെതിരെ ടാർഗറ്റ് ചെയ്ത് സമ്മേളനത്തിൽ വ്യക്തിപരമായ ചർച്ച നടന്നു. മരണം വരെ ഈ പാർട്ടിയിൽ തുടരും. MLA സ്ഥാനത്തേക്കാൾ പ്രധാനം വീട് ജപ്തിയാണ്. സാമ്പത്തിക പ്രതിസന്ധി മൂലം ലോൺ അടയ്ക്കാൻ കഴിയുന്നില്ലെന്നും
MLA ആയതുകൊണ്ടാണ് ജപ്തി ചെയ്യാത്തത് എന്നാണ് കരുതുന്നതെന്നും CC മുകുന്ദൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള കർഷക സംഘം മണ്ണൂർ വില്ലേജ് സമ്മേളനം നടന്നു. വർദ്ധിപ്പിച്ച രാസവള വില ഉടൻ പിൻവലിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം, ഇന്ത്യയിലെ കൃഷിക്കാരുണ്ടാക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും ഗവൺമെന്റ് തലത്തിൽ ഏറ്റെടുക്കണം. ഗവൺമെന്റ് നേരിട്ടല്ല, നേരിട്ട് ചെയ്യേണ്ടതല്ല ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇവിടെ നെല്ലെടുക്കുന്നതാരാണ്? സിവിൽ സപ്ലൈസ്. അങ്ങനെ സിവിൽ സപ്ലൈസ് പോലെയുള്ള ഏജൻസികൾ, സംവിധാനങ്ങൾ മുഖാന്തരം ഇന്ത്യയിലെ കൃഷിക്കാർ ഉത്പാദിപ്പിക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും ഏറ്റെടുക്കണം. ആ ഏറ്റെടുക്കുമ്പോൾ അതിന് ഒരു തറവില നിശ്ചയിച്ച് ഏറ്റെടുക്കണം. മിനിമം സപ്പോർട്ട് പ്രൈസ് തറവില നിശ്ചയിക്കണം. ആ തറവില നിശ്ചയിക്കാന്ന് പറഞ്ഞാൽ പോരാ, തറവിലയ്ക്ക് ഒരു മാനദണ്ഡവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. AVM റസാഖ് അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് U രാജഗോപാൽ, ഏരിയ കമ്മിറ്റി അംഗം രാമൻകുട്ടി, MC വിശ്വം, പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത, വാസുദേവൻ മാസ്റ്റർ, PK ഉണ്ണികൃഷ്ണൻ, PC സുമ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ MC വാസുദേവൻ മാസ്റ്റർ, CK നാരായണൻ, മൊയ്തീൻ എന്നീ കർഷകരെ ആദരിച്ചു. MC വിശ്വം സ്വാഗതവും AVM റസാഖ് നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് TR ഗോകുൽദാസ്, വൈസ് പ്രസിഡന്റുമാരായി രമേശ്, ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി AVM റസാഖ്, ജോയിന്റ് സെക്രട്ടറിമാരായി AA ശിഹാബ്, സുമ, ട്രഷററായി മുരളി മാസ്റ്റർ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ട്രീം ആൻഡ് ടിങ്കറിംഗ് ലാബുകൾ ഉദ്ഘാടനം ചെയ്തു. P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം നിർവഹിച്ചു. സ്ട്രീം ആൻഡ് ടിങ്കറിംഗ് ലാബ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിപുലമായ ശാസ്ത്ര പ്രദർശനമാണ് സ്കൂളിൽ ഒരുക്കിയിരുന്നത്. വർഷങ്ങളായി മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശാസ്ത്രപരമായ അന്വേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മുൻപന്തിയിലാണ്. സമർപ്പിത വർക്ക്ഷോപ്പിലൂടെ വിദ്യാർത്ഥികൾക്ക് വ്യക്തിഗതവും കയ്യെത്തും ദൂരത്തുള്ളതുമായ പഠനാനുഭവങ്ങൾ സാധ്യമാക്കിക്കൊണ്ട് ആകർഷകമായ പഠനോപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും അവരെ പ്രാപ്തമാക്കുകയാണ് ചെറു പരീക്ഷണങ്ങളോടെ ഒരുക്കിയ ലാബോറട്ടറികളുടെ ലക്ഷ്യമെന്ന് സ്കൂൾ ഹെഡ്മാസ്റ്റർ KC മുരളീധരൻ പറഞ്ഞു. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഈ 2 ലാബുകളും എങ്ങനെ നമ്മുടെ സിലബസുമായി ബന്ധിപ്പിച്ച് കുട്ടികൾക്ക് അനായാസമായിട്ട് ശാസ്ത്രപഠനം നടത്താമെന്നതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് ഇന്നത്തെ ഈ പ്രദർശനത്തിലൂടെ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആ ടിങ്കറിംഗ് ലാബിലും സ്ട്രീം ഹബിലുള്ള ഉപകരണങ്ങൾ നമ്മുടെ പാഠഭാഗങ്ങളുമായിട്ട് നല്ല രീതിയിൽ ബന്ധപ്പെടുത്തി നിർമ്മിച്ച, കുട്ടികൾ അധ്യാപകരും ചേർന്ന് നിർമ്മിച്ച ചെറിയ ചെറിയ പഠനോപകരണങ്ങളുടെ ശാസ്ത്ര പരീക്ഷണങ്ങളുടെ പ്രദർശനമാണ് നടക്കുന്നത്. ഇന്നിപ്പോൾ എന്തായാലും ഇതൊരു വലിയ വിജയമായി. ധാരാളം സ്കൂളുകളിൽ നിന്ന് കുട്ടികളും സയൻസ് അധ്യാപകരും നമ്മുടെ ഈ പ്രദർശനം കാണാനെത്തി. വളരെ നല്ല രീതിയിൽ പ്രദർശനം പുരോഗമിക്കുകയാണ്. നമ്മൾ ഭാവിയിലും ഇതേ ഉപകരണങ്ങളൊക്കെ നമുക്ക് ഭാവിയിലും നമ്മുടെ കുട്ടികൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഈ വിദ്യാലയത്തിൽ ഉണ്ടാകും. മാത്രമല്ല ഇതിനെ മാതൃകയാക്കിയിട്ട് മറ്റ് വിദ്യാലയങ്ങൾക്കും ഇതുപോലെയുള്ള ലാബുകളും പരീക്ഷണ സാമഗ്രികളും നിർമ്മിക്കാനുള്ള ഒരു പ്രേരണയുമാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. സ്ട്രീം ഹബിന്റെ അക്കാഡമികവും അടിസ്ഥാന സൗകര്യ വികസനവും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ സൂക്ഷ്മമായ മേൽനോട്ടത്തിലാണ് നടക്കുന്നതെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ മുഹമ്മദ് റഫീഖ് പറഞ്ഞു. അപ്പോൾ ഓരോ ചാപ്റ്ററിലും അത് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് ചെയ്ത് മനസ്സിലാക്കാവുന്ന ഉപകരണങ്ങൾ നമ്മൾ നിർമ്മിച്ചു. അങ്ങനെ ആ നിർമ്മിച്ച ഉപകരണങ്ങൾ ഓരോ കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറെ എണ്ണം നിർമ്മിക്കുകയും അത് ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് അത് ചെയ്ത് മനസ്സിലാക്കുന്നതിലൂടെ അവർക്ക് പാഠഭാഗങ്ങൾ പഠിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആൾമോസ്റ്റ് ഫിസിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ +1 ഒന്നാമത്തെ ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷം അവസാനത്തെ ചാപ്റ്റർ വരെ അങ്ങനെ ഒരു 30ഓളം ചാപ്റ്റർ വിവിധ ടോപ്പിക്കുകൾ പറയുന്ന ഭാഗങ്ങളുടെ എല്ലാ പരീക്ഷണങ്ങളും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഏകദേശം 250ഓളം പരീക്ഷണങ്ങൾ നമ്മുടെ ഈ ലാബിൽ ഡെവലപ്പ് ചെയ്തു. എക്സ്പൈസ്, സി ലാബ്, പോക്കറ്റ് ലാബ് വോയേജർ, പോക്കറ്റ് ലാബ് തെർമോ, G-ഫോഴ്സ് തുടങ്ങിയ മൊബൈൽ ഫോൺ അധിഷ്ഠിത ഉപകരണങ്ങളുടെ സ്കൂളിൻ്റെ പുരോഗമനപരമായ ഉപയോഗം പ്രദർശനത്തിൽ എടുത്തു കാണിക്കുന്നവയാണ്. പ്രദർശനം കാണാൻ ജില്ലയിലെ മാത്രമല്ല മലപ്പുറം ജില്ലയിൽ നിന്നുവരെ നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ എത്തിയിരുന്നു. ഒരു എക്സിബിഷൻ എന്നുള്ളത് ഇവിടെ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മറ്റു കുട്ടികൾക്ക് അതുപോലെ ഈ സ്കൂളിലുള്ള കുട്ടികൾക്കും
മികച്ച ഭാവിയിലേക്കായിട്ടുള്ള നല്ല ഉന്നത വിജയത്തിന്, അതുപോലെ തന്നെ അതിന് മാത്രമല്ല കുട്ടികൾക്ക് കണ്ടുപഠിക്കാനും അതേപോലെ തന്നെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയിക്കാനൊക്കെ വേണ്ടിയുള്ള ഒരു എക്സിബിഷനാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഡിവൈഎഫ്ഐ ഷൊർണൂർ ചോലക്കുളം യൂണിറ്റ് ലഹരിക്കെതിരെ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ചോലക്കുളം കിഴക്കുദേശ കമ്മിറ്റി ഹാളിലാണ് ലഹരിക്കെതിരെ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ ചോലക്കുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സദസ്സ് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കാലത്തായിട്ട് ഇത് കുറച്ച് വ്യാപിച്ച നിലയിലായിരുന്നു. നമ്മുടെ കേരളം ഇതിൻ്റെ വ്യാപനത്തിനെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിൻ വ്യാപകമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടേത് പോലുള്ള ഒരു യുവജന പ്രസ്ഥാനം തികച്ചും ഈ വിഭജനത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ്. DREU യൂണിറ്റ് പ്രസിഡന്റ് ആരിഫ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സിദ്ധാർത്ഥ് സ്വാഗതം പറഞ്ഞു. എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ PS മനോജ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. യുവ കവയത്രി അനീസ അനു, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SG മുകുന്ദൻ, കൗൺസിലർ ഹസീന അഷ്റഫ്, ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം KU വിവേക്, CPM ഹോസ്പിറ്റൽ ബ്രാഞ്ച് സെക്രട്ടറി K മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു. പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ലിയോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ഹണ്ടേഴ്സ് ക്ലബ്ബ്, എമിറേറ്റ്സ് ക്ലബ്ബ് തുടങ്ങിയ ക്ലബ്ബുകളുടെ പ്രതിനിധികൾ, അംഗൻവാടി ആശാ വർക്കർമാർ, കുടുംബശ്രീ അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. വാടാനംകുറിശി ഗവൺമെൻറ് ഹൈസ്കൂളിൽ പുതിയ കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. സർക്കാരിൻ്റെ 2 കോടി രൂപ ചെലവിലാണ് ഇരുനില കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിട നിർമ്മാണം 2026 ജനുവരിയിൽ പൂർത്തിയാകും. വാടാനംകുറിശി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഇനി പഴയ കെട്ടിടം ഒറ്റൊന്നുപോലും കാണാനാകില്ല. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ എല്ലാം വിസ്മൃതിയിലേക്ക്. 4ാമത്തെ കെട്ടിടം കൂടി പൊളിച്ചതോടെയാണിത്. ഹൈസ്കൂളിൽ 70 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടം പൊളിച്ചു നീക്കിയാണ് ഇപ്പോൾ പുതിയ സ്കൂൾ കെട്ടിടം നിർമ്മിക്കുന്നത്. പഴയ കെട്ടിടം കാലപ്പഴക്കത്തെ തുടർന്ന് ബലക്ഷയം സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊളിച്ചു നീക്കി പുതിയ ഇരുനില കെട്ടിടം നിർമ്മിക്കുന്നത്. ഇതോടെ എല്ലാ ഡിവിഷനുകളിലേക്കും പുതിയ കെട്ടിടമായി. നിലവിൽ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. സ്കൂളിലെ 4ാമത്തെ കെട്ടിടത്തിൻ്റെ പ്രവൃത്തികളാണ് നടക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ 2 കോടി രൂപ ചിലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. PWD ഏറ്റെടുത്താണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. 2 നില കെട്ടിടത്തിൽ 9 ക്ലാസ് മുറികളും 1 സ്റ്റാഫ് റൂമും ഉണ്ടാകും. പുതിയ കെട്ടിടം വരുന്നതോടുകൂടി കുട്ടികൾക്ക് കൂടുതൽ സൗകര്യത്തോടെ പഠിക്കാനാകും. 2026 ജനുവരിയിൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കാനാണ് തീരുമാനം. ന്യൂസ് സെന്റർ ഷൊർണൂർ. മണ്ണൂർ പഞ്ചായത്തിൽ 5ാം വാർഡിൽ നടപ്പാക്കി വരുന്ന സൗജന്യ ഡ്രൈവിംഗ് പരിശീലനത്തിൻ്റെ 2ാം ഘട്ട പരിശീലന പരിപാടികൾക്ക് തിങ്കളാഴ്ച തുടക്കമായി. 53 വനിതകളാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 15 പേരടങ്ങുന്ന 2ാം ബാച്ചിനാണ് ഇപ്പോൾ പരിശീലനം ആരംഭിച്ചിട്ടുള്ളത്. ഏകദേശം 1 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന പദ്ധതിയാണിത്. മുഴുവൻ ചിലവും വാർഡംഗം VM അൻവർ സാദിഖാണ് വഹിക്കുന്നത്. 2ാം ഘട്ട പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം നിർവഹിച്ചു. പദ്ധതി കോർഡിനേറ്റർ ഷബിത മുനീർ അധ്യക്ഷത വഹിച്ചു. വാർഡ് 5ലെ മുഴുവൻ വനിതകൾക്കും പരിശീലനം നൽകി സമ്പൂർണ്ണ ലൈസൻസ് ലഭിച്ച വാർഡായി പ്രഖ്യാപിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. മുൻഗണന കൊടുത്ത് നമ്മുടെ വാർഡിലും തൊട്ടടുത്ത വാർഡായ 10ാം വാർഡിലും നമ്മൾ നടപ്പിലാക്കുന്ന സൗജന്യ ഡ്രൈവിംഗ് പരിശീലനത്തിൻ്റെ 2ാം ഘട്ടം ആരംഭിക്കുകയാണ്. 2ാം ഘട്ടം നമ്മൾ 15 ആളുകളടങ്ങിയ ബാച്ച് തുടങ്ങുകയാണ്. അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. അതോടൊപ്പം തന്നെ വാർഡിലുള്ള എല്ലാ വനിതകൾക്കും തയ്യാറാകുന്ന സന്നദ്ധരാകുന്ന എല്ലാ വനിതകൾക്കും ഡ്രൈവിംഗ് ലൈസൻസ് പഠിപ്പിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കൊടുക്കുക എന്നുള്ള നമ്മുടെ സംരംഭം 5ാം വാർഡ് പൂർണ്ണമാകുമ്പോൾ ഉടനെ തന്നെ 10ാം വാർഡും നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പത്രിപ്പാല. വാടാനംകുറിശി ആരഭി ഗ്രന്ഥശാലയുടെ വായനാ പക്ഷാചരണത്തിന് സമാപനം. സമാപന പരിപാടി സാഹിത്യകാരൻ മനോഹരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വൈവിധ്യമുള്ള പരിപാടികളാണ് വെള്ളി നക്ഷത്രം എന്നുള്ള പേരിൽ നടത്തി എഴുത്തുകാരെ പരിചയപ്പെടുക. എഴുത്തുകാരുടെ ലോകം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എഴുത്തിൻ്റെ ലോകത്തിലേക്കാണ് പോവുക.
അതിപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയണമെങ്കിൽ പിന്നെ സാനുമാഷയുടെ ജീവചരിത്രങ്ങൾ വായിച്ചാൽ മതി. ഈ ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും നല്ല ജീവചരിത്രങ്ങൾ എഴുതിയ അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ ജീവചരിത്രങ്ങൾ എഴുതിയ എഴുത്തുകാരനാണ് പ്രൊഫസർ MK സാനു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ജീവചരിത്ര പുസ്തകങ്ങളുണ്ട്. വനിതാവേദി പ്രസിഡന്റ് പത്മശ്രീ അധ്യക്ഷത വഹിച്ചു. ബാലസാഹിത്യകാരി ശ്രീലക്ഷ്മി മുഖ്യാതിഥിയായിരുന്നു. സുധീർ മാസ്റ്റർ, ദീപ ടീച്ചർ, ഹരിദാസൻ, CP രാമൻ, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ സമ്മാന വിതരണവും നടന്നു. 35 കുട്ടികളാണ് വായനാ പക്ഷാചരണ പരിപാടിയിൽ പങ്കെടുത്തത്. കാവ്യസന്ധ്യ, ബഷീർ അനുസ്മരണം, പുസ്തക പൂമഴ, പൊയിലൂർ LP സ്കൂൾ വിദ്യാർത്ഥികളുടെ വായനശാല സന്ദർശനം, കഥാകഥനം തുടങ്ങിയ പരിപാടികളാണ് പക്ഷാചരണ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര പരിശ്ശേരിയിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. CPM മങ്കര ലോക്കൽ സെക്രട്ടറി ER ശശി ഉദ്ഘാടനം ചെയ്തു. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പൊതുസ്ഥിതിയാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതായത് UP 69% ആളുകൾ മാത്രമാണ്, വിദ്യാർത്ഥികൾ മാത്രമാണ് സ്കൂളുകളിൽ എത്തുന്നത്. അതിലും താഴെ ബീഹാർ ഉൾപ്പെടെ ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ 64% വിദ്യാർത്ഥികൾ മാത്രമാണ് സ്കൂളുകളിൽ എത്തുന്നത്. അതിഭീകരം. ഈ UP എന്നൊക്കെ പറയുന്നത് 20 കോടി ജനങ്ങളാണ്. അവിടെയുള്ള 69% കുട്ടികൾ എന്ന് പറയുമ്പോൾ എത്രമാത്രം വിദ്യാർത്ഥികളാണ് ഈ സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകണമെന്നത് ഭരണഘടനാപരമായി ഒരു ഗവൺമെന്റിന്റെ ബാധ്യതയാണ് എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനയുള്ള ഈ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയാണ്. നമ്മളെപ്പോലെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉരുത്തിരിഞ്ഞിട്ടില്ല. വിഷ്ണു നാരായണൻ അധ്യക്ഷത വഹിച്ചു. തുളസീദാസ്, ലോക്കൽ കമ്മിറ്റി അംഗം ഹരിദാസ്, DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം രമ്യ ഹരിദാസ്, ജയചന്ദ്രൻ, PC വാസു, സതീഷ്, ചന്ദ്രൻ മാസ്റ്റർ, വിബീഷ്, വിവേക്, ജിത്തു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC, +2, A+ നേടിയ 40ഓളം വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. DREU ഷൊർണൂർ ബ്രാഞ്ച് കമ്മിറ്റി അനുമോദന സദസ്സ് നടത്തി. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. LSS, USS, SSLC, +2 വിജയികളായ റെയിൽവേ തൊഴിലാളികളുടെ മക്കളെയാണ് DREU CITU ഷൊർണൂർ ബ്രാഞ്ച് കമ്മിറ്റി അനുമോദിച്ചത്. ഷൊർണൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്ന അനുമോദന സദസ്സ് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു. രക്ഷിതാക്കളായിട്ടും ശ്രദ്ധാലുക്കളായി തോന്നുന്നു. ഇപ്പോൾ പക്ഷേ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം, നമുക്ക് 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ നമ്മളെ A+ കിട്ടി, അതുപോലെ തന്നെ +2 A+ കിട്ടി. DREU ബ്രാഞ്ച് പ്രസിഡന്റ് T രാജേഷ് അധ്യക്ഷത വഹിച്ചു. അരുൺ P ശങ്കർ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. ഉദയകുമാർ, ജോഷി അഗസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി കിരൺ ദാസ് സ്വാഗതവും റഹീം നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ പരുത്തിപ്പുറ ശ്രീ കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് വിപുലമായ ഒരുക്കങ്ങൾ. വൈഷ്ണവം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ രാമായണ പാരായണത്തിന് പുറമെ ജൂലൈ 17 മുതൽ 24 വരെ സായാഹ്നങ്ങളിൽ വിവിധ കലാസാംസ്കാരിക പരിപാടികളും ഉണ്ടാകും. കർക്കിടകം 1 മുതൽ 8 വരെയാണ് ക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുക. വൈകിട്ട് 5 മുതൽ 6 വരെ വൈഷ്ണവം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ രാമായണ പാരായണമുണ്ടാകും. ജൂലൈ 17 മുതൽ 4 ദിവസങ്ങളിലായി രാമായണ കഥാഭാഗങ്ങളെ ആസ്പദമാക്കി കലാമണ്ഡലം സംഗീത, കലാമണ്ഡലം രതീഷ് ദാസ് എന്നിവരുടെ നങ്ങ്യാർകൂത്ത്, 22-ന് വൈകിട്ട് പയങ്കുളം രാമചാക്യാർ അനുസ്മരണം, 19-ന് വൈകുന്നേരം 6 മണി മുതൽ സംഗീത കച്ചേരി, 20-ന് വയലിൻ കച്ചേരി, 23-ന് വൈകുന്നേരം പഞ്ചാരിമേളം, 24-ന് രാമായണ പദ്യഭാഗങ്ങൾ കോർത്തിണക്കുന്ന കാവ്യകേളി എന്നിവ നടക്കുമെന്ന് വൈഷ്ണവം ട്രസ്റ്റ് ഭാരവാഹി ഡോക്ടർ CM നീലകണ്ഠൻ അറിയിച്ചു. അന്താരാഷ്ട്ര നിലവാരമുള്ള അവതരണങ്ങളാകും ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ അരങ്ങിലെത്തുക. രാമായണ മാസം കർക്കിടകം 1-ാം തീയതി മുതൽ ജൂലൈ 17 മുതൽ 8 ദിവസം ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും മറ്റുമുണ്ട്. ദിവസവും 8 ദിവസം വൈകുന്നേരങ്ങളിൽ രാമായണ പാരായണം, പ്രഭാഷണം 1 മണിക്കൂർ. അതിനുശേഷം ക്ഷേത്ര കലകളും ആയിട്ട് ബന്ധപ്പെട്ട
നങ്ങ്യാർകൂത്ത് 4 ദിവസം. അത് അവതരിപ്പിക്കുന്നത് വളരെ പ്രശസ്തരായ കലാകാരികൾ. ചെറുതുരുത്തി നാട്യശാല എന്ന ഒരു സ്ഥാപനമുണ്ട്. അതിൻ്റെ ഭാരവാഹികളും അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള കലാകാരന്മാരും കലാകാരികളുമാണ് കലാമണ്ഡലം സംഗീത, കലാമണ്ഡലം രതീഷ് ഭാസ്, അവരുടെ ഒപ്പമുള്ള കലാമണ്ഡലം സജിത, നീല, അശ്വതി തുടങ്ങിയവരും മിഴാവിലും മറ്റും ഇടയ്ക്കയിലും മറ്റുമുള്ള പ്രശസ്തരായ കലാകാരന്മാർ 4 ദിവസം വൈകുന്നേരം രാമായണ പാരായണ പ്രഭാഷണങ്ങൾക്ക് ശേഷം രാമായണ കഥാഭാഗങ്ങൾ ഇവിടെ നങ്ങ്യാർകൂത്തായിട്ട് അവതരിപ്പിക്കും. പിന്നെ അതിനോടനുബന്ധിച്ച് 2 ദിവസം സംഗീത കച്ചേരി, വയലിൻ കച്ചേരി എന്നിവയും ഒരു ദിവസം ഞങ്ങളുടെ തന്നെ പരുത്തിപ്പറ വൈഷ്ണവൻ ട്രസ്റ്റിൻ്റെ മേളം കൂട്ടായ്മയുടെ പഞ്ചാരി മേളം ഉണ്ടാവും. ഒരു ദിവസം രാമായണ കഥാഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന പദ്യഭാഗങ്ങൾ വെച്ചിട്ട് ഒരു കാവ്യകേളി ഉണ്ടാവും. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വിശേഷ പൂജകളും പ്രസാദ വിതരണവും ഉണ്ടാകും. രാമായണ പാരായണത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് കോർഡിനേറ്ററുമായി 9400809684 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ തൃത്താല നാഗലശ്ശേരി യൂണിറ്റ് കൺവെൻഷൻ നന്ദിയംകുട് ജനകീയ കമ്മിറ്റി ഓഫീസിൽ നടന്നു. അസോസിയേഷൻ പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ കെ മുണ്ടായ ഉദ്ഘാടനം ചെയ്തു. ഈ കേരള സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന ഈ സംഘടന 2006 ഇതിന്റെ ജൂലൈ 9 ഈ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ സ്ഥാപന ദിനം കൂടിയായിരുന്നു കഴിഞ്ഞ 9 ജൂലൈ 9 നമ്മുടെ 2006 തുടങ്ങിയ നമ്മുടെ സംഘടനയുടെ സ്ഥാപന ദിനമായിരുന്നു ജൂലൈ 9. അപ്പോൾ അങ്ങനെ 2006 മുതൽ ഈ സംഘടന സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സഹോദരന്മാരുടെ, പാവപ്പെട്ടവരുടെ, സാധാരണക്കാരായിട്ടുള്ളവരുടെ ഉന്നമനത്തിനും അവരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതിശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. യൂണിറ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TC രാമൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KM വിജയൻ നായർ സ്വാഗതം പറഞ്ഞു. മേഖലാ സെക്രട്ടറി K പരമേശ്വരൻ, ജില്ലാ വനിതാ സബ് കമ്മിറ്റി അംഗം A സാവിത്രി, CITU നാഗലശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി O രാജപ്പൻ, മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി PC സംഗീത എന്നിവർ പ്രസംഗിച്ചു. KPM പുഷ്പജ, സേതുമാധവൻ, സുകുമാരൻ, അബൂബക്കർ, M ശശീന്ദ്രൻ, രാജൻ, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാറ്റുലി. രാജ്യത്തെ എല്ലാ ട്രെയിനുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ പോവുകയാണ്. ട്രെയിനുകൾക്ക് നേരെ കല്ലേറ്, മോഷണം, യാത്രക്കാർക്ക് നേരെയുള്ള ആക്രമണം എന്നിവ തടയാനാണ് റെയിൽവേയുടെ നീക്കം. അതേസമയം ക്യാമറ സ്ഥാപിക്കുന്നത് യാത്രക്കാരുടെ സ്വകാര്യതയെ ബാധിക്കുമെന്ന അഭിപ്രായമുണ്ട്. നിങ്ങളെന്ത് കരുതുന്നു? മാറ്റുലിയിലേക്ക്. ഇന്ത്യൻ റെയിൽവേ പുതിയൊരു ഇത് കൊണ്ടുവന്നിരിക്കുന്നത് വെച്ചാൽ ക്യാമറകൾ സ്ഥാപിക്കാനുള്ളൊരു നീക്കം റെയിൽവേയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കോച്ചുകളിൽ എല്ലാ കോച്ചുകളിലും വരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. നല്ലൊരു തീരുമാനം തന്നെയാണ്. പല തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് ഈ ക്യാമറ വഴി കണ്ടുപിടിക്കാനും എന്ത് സംഭവിച്ചാലും നമുക്ക് ക്യാമറ ത്രൂ കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും. സോ അതൊരു എവിഡൻസ് ആയിട്ട് തന്നെ നമുക്ക് കാണാനും സാധിക്കും. എല്ലാ ട്രെയിനുകളിലും എല്ലാ കോച്ചുകളിലും ക്യാമറ സ്ഥാപിക്കാനുള്ള റെയിൽവേയുടെ തീരുമാനം എന്തുകൊണ്ടും പ്രശംസനീയമാണ്. അല്ലെങ്കിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഗുണം ചെയ്യുന്നതാണ്. ട്രെയിനുകൾക്ക് അകത്ത് നടക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റികൾ കുറയ്ക്കാൻ ഇത് പ്രയോജനപ്പെടുമെന്നാണ് കരുതുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് CPM ക്രിമിനൽ സംഘങ്ങളെ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിൽ ബംഗാളിൽ CPMന് സംഭവിച്ചതിൻ്റെ തുടക്കം. PK ശശിയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപാട് വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നും VD സതീശൻ. വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന സംഘം കേരള സർവകലാശാലയിൽ അക്രമം നടത്തുകയാണെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. 2500 ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ VCയെ കാത്തുകിടക്കുന്നു എന്ന വാർത്ത തെറ്റ്.
കാലുവെട്ടുമെന്ന് പറഞ്ഞാൽ എങ്ങനെ സർവകലാശാലയിലേക്ക് പോകും? രജിസ്ട്രാറുടെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് പിൻവലിച്ചെങ്കിൽ രേഖ എവിടെ? പ്രശ്നങ്ങളെല്ലാം ഗവർണറെ അറിയിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നതല്ലെന്ന് നാട്ടിക MLA CC മുകുന്ദൻ. സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിയത് ചില ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുക്കാൻ. മരണം വരെ CPI-യിൽ ഉണ്ടാകും. ലെറ്റർപാടുകൾ ദുരുപയോഗം ചെയ്ത ആദ്യ PAയെ പാർട്ടി സംരക്ഷിക്കുന്നതിൽ എതിർപ്പുണ്ടെന്നും CC മുകുന്ദൻ. അജണ്ട മുൻകൂട്ടി അറിയിച്ചില്ല. ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. വിയോജനക്കുറിപ്പെഴുതി UDF BJP കൗൺസിലർമാർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. CPI-യിലെ ഭിന്നത. കുളപ്പുള്ളിയിലെ സഹകരണ പ്രിന്റിംഗ് പ്രസ് ഭാരവാഹികളായ സേവ് CPI-ക്കാർ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്ത്. 11-അംഗ ഭരണസമിതിയിൽ 8 പേരും പ്രമേയത്തെ അനുകൂലിച്ചു. സഹകരണ സ്ഥാപനത്തെ നിലനിർത്താനുള്ള നടപടിയുടെ ഭാഗമെന്ന് പ്രമേയാനുകൂലികൾ. വാണിയംകുളത്ത് വാഹനാപകടത്തിൽ ഡയാലിസിസ് രോഗി മരിച്ചത് മായന്നൂർ പുളിക്കൽ വീട്ടിൽ പത്മാവതി. മക്കൾക്കും മരുമകനും പരിക്ക്. അപകടം ആശുപത്രിയിൽ നിന്ന് ഡയാലിസിസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് ഭരണം കൊള്ളസംഘത്തിന്റെ നിയന്ത്രണത്തിലെന്ന് കോൺഗ്രസ്. പഞ്ചായത്തിലെ അഴിമതികൾ വിജിലൻസ് അന്വേഷിക്കണം. ആവശ്യമുന്നയിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധമാണ്. പട്ടാമ്പി കുളപ്പുള്ളി പാത നവീകരണം മന്ദഗതിയിൽ. തകർന്ന പാതയിൽ ജനങ്ങൾക്ക് ദുരിതയാത്ര. ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന് ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.